നമസ്കാരം. പതിവ് പോലെ തന്നെ ചാനലുകളിലെ അന്തിച്ചർച്ച വിശകലനം ചെയ്യുന്ന പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ 4 ചാനലുകളിലെ അന്തിച്ചർച്ചയാണ് കണ്ടത്. ആ അന്തിച്ചർച്ചകളാണ് വിശകലനത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അതായത് ഏഷ്യാനെറ്റ്, മനോരമ, 24 റിപ്പോർട്ടർ ചാനലുകളിലെ അന്തിച്ചർച്ചയാണ് കണ്ടത്. ഇന്നലത്തെ അവരുടെ സബ്ജക്ട് എന്ന് പറയുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമായിരുന്നു. അതായത് ആ വിഷയത്തിൽ ആ ഒരു പരിപാടിയിൽ ഉമ്മൻചാണ്ടിയെ സ്മരിച്ചില്ല എന്നതാണ് ഇവർ പ്രധാനമായും എടുത്തു പറഞ്ഞത്. ആ ക്രെഡിറ്റ് LDF സർക്കാർ തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. എന്തായാലും പതിവ് പോലെ തന്നെ നമുക്ക് അന്തിച്ചർച്ചകളുടെ തലക്കെട്ടിലെ രാഷ്ട്രീയം പരിശോധിക്കാം. ശേഷം ഈ അന്തിച്ചർച്ചകളിലൂടെ അവർ എന്താണ് ഉദ്ദേശിച്ചത്, ഒപ്പം ഈ അന്തിച്ചർച്ചകളിലൂടെ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചത് എന്നൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് പരിശോധിക്കാം. ഒപ്പം എങ്ങനെയാണ് ജനങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. ആദ്യം മനോരമയിലെ കൗണ്ടർ പോയിന്റിൽ അനൂപായിരുന്നു അവതാരകൻ. അവരുടെ തലക്കെട്ട് എങ്ങനെയായിരുന്നു എന്ന് കൂടി നോക്കാം. ഉമ്മൻചാണ്ടിയെ മറന്നത് മര്യാദകേടോ, ഇടത് സർക്കാരിന്റെ മാത്രം നേട്ടമോ? അതായത് ഇത് ഇടത് സർക്കാരിന്റെ മാത്രം നേട്ടമല്ല എന്നും, ഒപ്പം ഈ ഉമ്മൻചാണ്ടിയോട് അപമര്യാദ കാണിച്ചു, ഉമ്മൻചാണ്ടിയെ സ്മരിച്ചു പോലുമില്ല ആരും എന്ന രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അത് വസ്തുതയാണോ, ആ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ന്യായമുണ്ടോ എന്നൊക്കെ നമുക്ക് അവസാനം പരിശോധിക്കാം. അതായത് ഇതിലൂടെ അവർ വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ UDFന്റെ മാത്രം ഒരു നേട്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ചർച്ചയാണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇനി നമ്മൾ നേരെ 24ലേക്ക് വരികയാണെങ്കിൽ ഹാഷ്മിയുടെ എൻകൗണ്ടർ പ്രൈമിൽ ആരുടെ ഇച്ഛാശക്തി എന്നാണ് ചോദ്യം. അതായത് ഇത് UDFന്റെ മാത്രം ഇച്ഛാശക്തിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ആ തലക്കെട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. LDFന്റെ ഇച്ഛാശക്തി എന്ന് പറയാൻ എന്തുകൊണ്ട് 24ന് കഴിയുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. റിപ്പോർട്ടർ ചാനലിൽ നന്ദികേട് കാട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. നന്ദികേട് കാട്ടിയോ എന്ന ആ ചോദ്യത്തിനകത്ത് തന്നെ അവരെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. അരുണായിരുന്നു അന്തിച്ചർച്ചയിലെ അവതാരകൻ. ഏഷ്യാനെറ്റിലെ ആയിരുന്നു ഏറ്റവും മോശമായ തലക്കെട്ട്. അതായത് വിവാദത്തിനപ്പുറം വിഴിഞ്ഞം എന്തു കൊണ്ടുവരും എന്നാണ് ചോദിക്കുന്നത്. ഏഷ്യാനെറ്റിനെ പോലെ ഒരു ചാനലിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഏറ്റവും അധികം സർക്കാരിനെ കടന്നാക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ചാനലായതുകൊണ്ട് അന്ത്യചർച്ചയിലും ഒട്ടും പുറകെ പോകരുതല്ലോ. എന്തായാലും ഇത്തരത്തിൽ ഒരു വിഷയം ഇന്നലെ കൈകാര്യം ചെയ്തത് അനവസരത്തിലായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കുത്തിത്തിരിപ്പ് വാർത്ത നമ്മൾ ഏറെ അഭിമാനിക്കുന്ന, നമുക്ക് ഏറെ അഭിമാന നേട്ടം കൈവരിച്ച ഒരു ദിവസത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ ആ വിഷയത്തിലെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതായത് ലോക നാവിക ഭൂപടത്തിൻ്റെ നെറുകയിൽ നമ്മൾ വിഴിഞ്ഞം കൊണ്ട് ഇന്ത്യയെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു നിമിഷത്തിൽ ഇങ്ങനൊരു ചർച്ച നടത്തേണ്ടതായിരുന്നു എന്ന് മാധ്യമങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. എന്നിട്ടും അവർ അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഇങ്ങനൊരു അന്തിച്ചർച്ച നടത്തിയെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളുടെ അകത്ത് കിടക്കുന്ന ഒരു ഇടത് വിരുദ്ധത അത് എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ല, ഒരു നേതാക്കളും പറഞ്ഞില്ല എന്നതാണല്ലോ ഈ പ്രധാനമായും മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. അത് വസ്തുതാപരമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതിൻ്റെ തലേ ദിവസം പ്രതിപക്ഷത്തെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ഇവരുടെയൊക്കെ അന്തിച്ചർച്ച. എന്നാൽ വസ്തുത ഒന്ന് പരിശോധിച്ച് നോക്കൂ. പ്രതിപക്ഷത്തെ വിളിച്ചില്ലേ? പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ചല്ലോ. വിൻസെന്റിനെ വിളിച്ചു, ശശി തരൂരിനെ വിളിച്ചു. ശശി തരൂർ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ ആരും വിളിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞ പച്ചക്കള്ളം പൊളിയുന്ന ഒരു കാഴ്ച കൂടി ഇന്നലെ നമ്മൾ ആ പരിപാടിയിൽ കണ്ടു. വിൻസെന്റ് MLA ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തു. അതോടുകൂടി തന്നെ പ്രതിപക്ഷത്തെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ വിളിക്കുന്നില്ല എന്ന ആരോപണം പൊളിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വിളിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം വളരെ വ്യക്തമായി തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറയുന്ന സാഹചര്യവും നമ്മൾ കണ്ടു. ഇത് ട്രയൽ റണ്ണാണ്, കമ്മീഷൻ ചെയ്യുമ്പോൾ വലിയ പരിപാടിയായിട്ട് നടത്തും, അന്ന് എല്ലാവരെയും വിളിച്ചാണ് നമ്മൾ പരിപാടി നടത്തുന്നതെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അതിലൊരു കുത്തിത്തിരിപ്പ് പ്രതിപക്ഷം കണ്ടെത്തി എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷം പുറത്ത് ഈ പരിപാടി അലങ്കോലപ്പെടുത്താനും ഈ പരിപാടിയുടെ ശോഭ കെടുത്താനും വേണ്ടി പല പ്രതിഷേധ പരിപാടികൾ സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയത് നമ്മൾ കണ്ടതാണ്. പുറത്ത് ഇത്തരത്തിൽ ഈ പ്രതിപക്ഷം അഴിഞ്ഞാടിയെങ്കിൽ മാധ്യമങ്ങൾ ഇന്നലെ രാത്രി ഇതിൻ്റെ നിറം കെടുത്താൻ വേണ്ടി മാക്സിമം അഴിഞ്ഞാടി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഈ തലക്കെട്ടുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല എന്നാണല്ലോ പറയുന്നത്. ഇന്നലത്തെ സ്പീക്കറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്ന് എഴുതിയത് AN ഷംസീറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അതായത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞ നമുക്കറിയാമല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് തറക്കല്ലിട്ടപ്പോൾ എന്തുകൊണ്ട് ഒരു നേതാക്കൾക്കും കഴിഞ്ഞില്ല എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രവുമല്ല ഇവർ പറയുന്നുണ്ടല്ലോ, അതായത് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല എന്ന്. അന്ന് അദാനിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഈ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടപ്പോൾ 96-ൽ ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് ശ്രമം നടത്തിയ EK നയനാരെ പറ്റി എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി അവിടെ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദനെ പറ്റി അദ്ദേഹം എപ്പോഴെങ്കിലും ആ തറക്കല്ലിടുന്ന പരിപാടിക്കിടയിൽ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമുക്കറിയാമല്ലോ, VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് വീണ്ടും ഇതിനെ ഒന്നുകൂടി വേഗത കൈവരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെ ശ്രമം നടത്തിയപ്പോൾ സൂം കമ്പനിയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തി. പക്ഷേ അന്ന് മിലിറ്ററി ക്ലിയറൻസ് കൊടുക്കാതെ ആ പദ്ധതിയെ തകർത്തത് അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന AK ആന്റണിയാണ്. ഇതൊന്നും നമുക്ക് തിരസ്കരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. പക്ഷേ VS അച്യുതാനന്ദൻ ഇതിനു വേണ്ടി പരിശ്രമം നടത്തിയിരുന്നു, നയനാര് ശ്രമം നടത്തിയിരുന്നു എന്നൊന്നും ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. പക്ഷേ അന്ന് അത് പറയാത്തതൊന്നും മാധ്യമങ്ങൾക്ക് വാർത്തയല്ല. അന്ന് അതിൻ്റെ പേരിൽ ഇങ്ങനൊരു വാർത്ത നടത്താൻ ഒരു മാധ്യമവും തുനിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഇങ്ങനൊരു വാർത്തയുമായി മാധ്യമങ്ങൾ വരുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് പിന്നിലെ ഇവരുടെ അജണ്ടയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനും ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയല്ല എന്ന് വരുത്തി തീർക്കാനുമുള്ള ഒരു ശ്രമമാണ്. വെറുമൊരു തറക്കല്ലിട്ടത് കൊണ്ടായില്ലല്ലോ. ആ തറക്കല്ലിൽ നിന്ന് ഇങ്ങനെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ഒരു വിജയത്തിലെത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം എത്ര ദുരന്തങ്ങൾ കടന്നുപോയി. നിരവധി നിപ്പ, കോവിഡ് പോലുള്ള ദുരന്തങ്ങളിലൊക്കെ ഈ പദ്ധതിയുടെ മുന്നോട്ട് പോക്കിനെ വലിയ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും വീണ് കിടക്കാതെ വലിയ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ കഠിന ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ പദ്ധതിയുടെ 62% തുകയും മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. വെറും 9.2% മാത്രമാണ് കേന്ദ്ര സർക്കാർ മുടക്കുന്നുള്ളൂ. ഈ വലിയ കടക്കണിക്കിടയിലും ഈ ഒരു പദ്ധതി, ഈ സ്വപ്ന പദ്ധതി നേടിയെടുക്കുന്നതിന് വേണ്ടി എത്രത്തോളം ഈ സർക്കാർ ശ്രമം നടത്തിയിട്ടുണ്ടാകുമെന്ന് എല്ലാവർക്കും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. പ്രകടന പത്രികയിൽ പിണറായി വിജയൻ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയാണിത്. അതുകൂടി പ്രാവർത്തികമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താൻ കൊടുത്ത വാക്കുകൾ പാലിക്കാൻ കഴിയുന്ന ഒരാളാണ് പിണറായി വിജയൻ എന്നുകൂടി നമുക്ക് കാണിച്ചു തരികയാണ്. സഭയിൽ ഇനിയും പെൻഷൻ തുക ഉയർത്തുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ച നിരവധി ആളുകളില്ലേ, നിരവധി പ്രതിപക്ഷ നേതാക്കൾ, അവർക്കുള്ള മറുപടി കൂടിയാണിത്. അതായത് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനും അത് നടപ്പിലാക്കാനും കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ് പിണറായി വിജയൻ എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട് കരൺ അദാനി എന്താണ് പറഞ്ഞത്? 2000 കോടിയുടെ നിക്ഷേപം വരുന്ന 3 ഘട്ടങ്ങൾ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കൂ. മാത്രമല്ല ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാം സംസാരിച്ചപ്പോൾ ഇത് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഒരു വലിയ ഔട്ട്പുട്ടാണ്. അതിൻ്റെയൊക്കെ വലിയ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗുണമാണ് ഈ ഒരു വിഴിഞ്ഞം അന്താരാഷ്ട്ര പദ്ധതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറയുന്നതിൽ ഈ ഉമ്മൻചാണ്ടിയുടെ പേരും കരുണാകരൻ്റെ പേരും എല്ലാവരുടെ പേരും വരുന്നുണ്ടെന്നേ. അദ്ദേഹം ആരെയും തിരസ്കരിക്കുന്നില്ല. ഇതെല്ലാവരെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പദ്ധതി സർക്കാരിൻ്റെ മാത്രം പദ്ധതിയാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നു എന്ന് വരുത്തി തീർക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് ചിലരുടെ അജണ്ടയാണ്. നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇതിന് പിന്നിൽ പരിശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് സർക്കാരുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് ഏത് സർക്കാരിൻ്റെ കാലത്താണ് ഇത് നടപ്പിലാകുന്നത്, ഏത് സർക്കാരാണ് ഇതിന് വേഗത കൈവരിപ്പിക്കുന്നത് എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് തിരസ്കരിക്കാൻ പറ്റില്ല. ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കാരണമായത് തന്നെ പിണറായി വിജയനാണ്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സർക്കാരിന് പോകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇന്നലെ അന്തിച്ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു കടന്നാക്രമണം നടത്തുകയായിരുന്നു മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയെന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രാവർത്തികമായില്ല എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അന്ന് ഇത് അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നതിൽ പ്രമുഖർ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ്. VM സുധീരനും ഒപ്പം ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും അന്ന് ഈ ഉമ്മൻചാണ്ടി ഒപ്പുവെച്ച കരാറിനെ കുറിച്ച് പറഞ്ഞതൊന്നും ആരും മറന്നിട്ടില്ല. CAG റിപ്പോർട്ടിൽ അഴിമതിയുണ്ടെന്നും AICC തീരുമാനത്തിന് വിരുദ്ധമായാണ് കരാറിൽ ഒപ്പിട്ടതെന്നും പറഞ്ഞത് CPMൻ്റെ നേതാക്കളല്ല, കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. സുധീരനും VD സതീശനുമാണ്. അതൊന്നും ഈ അവസരത്തിൽ നമ്മൾ മറന്നുകൂടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിരവധി തൊഴിലവസരങ്ങൾ കടന്നു വരാൻ പോകുന്നു, പല മേഖലകളും വികസിക്കാൻ പോകുന്നു, നമ്മുടെ കേരളത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മാറാൻ പോവുകയാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മനോഹരമായ പ്രതീക്ഷ നൽകുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന, യുവതലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്ന, ഇനി തൊഴിലവസരങ്ങൾ കൂടാൻ പോകുന്നു എന്ന് പറഞ്ഞ് തൊഴിൽരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഊർജ്ജം നൽകുന്ന ഒരു അന്തിച്ചർച്ച നടത്താൻ അവസരമുണ്ടായിരുന്നിട്ട് പോലും കുത്തിത്തിരിപ്പ് വാർത്തകൾ
മാത്രമേ ഞങ്ങൾ പുറത്തു വിടൂ എന്ന ഒരു വല്ലാത്ത അവരുടെ അകത്ത് കിടക്കുന്ന ആ കൊടിയ വിഷത്തിൻ്റെ ഭാഗമായി ഇങ്ങനൊരു അന്തിച്ചർച്ച നടത്തുമ്പോൾ നമ്മൾ എന്താണ് ഇവർ വിളിക്കുക? സത്യത്തിൽ ഇന്നലെ ഈ അന്തിച്ചർച്ചയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ് തോന്നിപ്പോയത്. കാരണം സത്യം മാത്രം വിളിച്ചു പറയേണ്ട, അല്ലെങ്കിൽ വസ്തുതകൾ പറയേണ്ട നമ്മുടെ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി എങ്ങനെ സംസാരിക്കാൻ കഴിയും ഇങ്ങനെ ഒരു കേരളത്തിൻ്റെ അഭിമാന നിമിഷത്തിൽ എന്ന് പോലും തോന്നിപ്പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദേഷ്യം ഉണ്ടാകാം. പക്ഷേ ഇത്തരം പദ്ധതികൾ നമുക്ക് അഭിമാനമാണ്, ഇന്ത്യക്ക് തന്നെ അഭിമാനമാണെന്ന് പറഞ്ഞു വെക്കാൻ നിങ്ങൾ മടിക്കരുത്. അത് വലിയൊരു പോരായ്മയാണ്. ഇന്നലെ വിൻസെൻ്റ് MLA നമുക്കറിയാമല്ലോ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവും കണ്ടു. അദ്ദേഹത്തിന് പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള എല്ലാ അർഹതയുമുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞ ആ പ്രതിഷേധത്തിന് അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാകത്തിനുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും വിൻസെൻ്റ് MLA സംസാരിച്ചതിനെ മറുത്തുകൊണ്ട് ആരും അവിടെ സംസാരിച്ചില്ലല്ലോ. അതാണ് ഒരു ബഹുമാനം എന്ന് പറയുന്നത്. അതാണ് പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു ബഹുമാനം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇത്തരം പദ്ധതികളെ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നിറം കെടുത്താനോ ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ഈ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി നമുക്ക് ഇന്നലെ ആ പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രതിപക്ഷം ഇന്നലെ നടത്തിയ ഈ പ്രതിഷേധ പരിപാടികൾ എടുത്തുകൊണ്ട് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇന്നലെ അന്തിച്ചർച്ച നടത്തിയില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു അന്തിച്ചർച്ച നടത്തുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇങ്ങനെ ഒരു അഭിമാന നേട്ടത്തിലും എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്താൻ തോന്നുന്നു എന്ന്. അത് മനസ്സിലാക്കിയത് കൊണ്ടാകാം ഇന്നലെ മാധ്യമങ്ങൾ ഈ വിഷയം എടുത്തു വെച്ചുകൊണ്ട് ഒരു അന്തിച്ചർച്ച എങ്ങും നടത്തി നമ്മൾ കണ്ടില്ല. ഈ സർക്കാരിനെ കടന്നാക്രമിക്കുക മാത്രമല്ലല്ലോ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ഏത് ഘട്ടത്തിലാണ് ഈ നാടിനെ സംബന്ധിക്കുന്ന, ഈ നാടിൻ്റെ വികസനത്തെ സംബന്ധിക്കുന്ന, അഭിമാന നേട്ടങ്ങളെ സംബന്ധിക്കുന്ന ഏത് കാര്യങ്ങളിലാണ് ഈ പ്രതിപക്ഷത്തിന് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഏത് കാര്യത്തിലാണ് സർക്കാർ വിളിച്ചിട്ടുള്ള പരിപാടികൾ ഒത്തുചേർന്നുകൊണ്ട് ഇവർ കൂടെ നിന്നിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ കേരളത്തിലാണ്. സർക്കാരാണ് ഇതിന് മുഴുവൻ പണം മുടക്കിയത്. ആ പരിപാടിക്ക് പ്രതിപക്ഷത്തെ വിളിച്ചിട്ട് അവർ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ലോക കേരള സഭ, നവകേരള സദസ്സ്, കേരളീയം, K4 അങ്ങനെ തുടങ്ങി ലിസ്റ്റുകൾ ഒത്തിരിയുണ്ട്. ഈ പരിപാടികളൊക്കെ ബഹിഷ്കരിക്കുന്ന സാഹചര്യമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. പോട്ടെ, വികസനവുമായി ബന്ധപ്പെട്ട് സഭയിലൊരു ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത്? വക്കൗട്ട് നടത്തി നേരെ പുറത്തേക്ക് പോകുന്ന പ്രതിപക്ഷത്തെയല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു പ്രതിപക്ഷം. അത്തരത്തിൽ വികസനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് വലിയ പ്രതിരോധങ്ങൾ തീർക്കുമ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു സർക്കാരിന് ഇത്തരത്തിലുള്ള പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. എങ്ങനെ തുടർഭരണം കിട്ടി എന്ന് ചോദിച്ചാൽ, തുടർഭരണം കിട്ടാനുള്ള കാരണം ഈ ഇച്ഛാശക്തി കണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾ കൊടുത്ത ഒരു മാർക്കാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന്. രാജഭരണ കാലഘട്ടം മുതൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. മാത്രമല്ല, കരുണാകരൻ മുതൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ വരെയുള്ള കാലഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയ എല്ലാവരെയും ഈ അവസരത്തിലും നമ്മൾ ഓർക്കുന്നുണ്ട്. മാത്രമല്ല, അവർക്കൊക്കെ വേണ്ട പരിഗണനയും കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നവരുടെ രാഷ്ട്രീയം അത് ഒരു അരാഷ്ട്രീയമാണ്. അത് ഈ നാടിന് നല്ലതല്ല. ഇത്തരത്തിലുള്ള അന്തിച്ചർച്ചകൾ ദയവ് ചെയ്ത് നിങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ അഭിമാന നേട്ടത്തിൻ്റെ ശോഭ കെടുത്തരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്.